الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولي الألباب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, തന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിയുന്നത്ര പാലിച്ച് പരിരക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ ഖുർആനിലും റസൂലിന്റെ സുന്നത്തിലുമായിട്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഖുർആൻ ഈ പള്ളി ആരംഭിച്ച് 2-3 വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ് ഇടവന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ ആളുകൾ ഖുർആൻ ഓതിക്കൊണ്ടുണ്ടാവും. എൻ്റെ നാട്ടിലെ എൻ്റെ ചെറുപ്പത്തിൽ വയസ്സുള്ള 2-3 ആളുകൾ സാധാരണ എല്ലാ ദിവസവും അവർ മൗനസ്കാരത്തിന് വന്നാൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. 2-3 മണിക്കൂർ നേരം അങ്ങനെയുള്ള ആളുകളുണ്ടായി. പിന്നീട് അവർ എന്തിനാ ഖുർആൻ ഓതുന്നതെന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് ആളുകൾ പറയും, എൻ്റെ ഉപ്പാക്ക് ഒരു ഖത്തം ഓതിയിട്ട് വരണം, എൻ്റെ ഉമ്മാക്ക് ഒരു ഖത്തം, എൻ്റെ കാക്കാക്ക് ഒരു ഖത്തം, അങ്ങനെ ഇവർ ഖത്തം ഓതുകയാണ്. അന്ന് ഒരു ഖത്തം ഓതിയായിരുന്നാൽ 20 റുപ്യ കൊടുക്കും എൻ്റെ ചെറുപ്പത്തിൽ. ഇന്നും ഖത്തം ഓതുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ 1000 റുപ്യ കൊടുക്കും, 500 റുപ്യ കൊടുക്കും ഒരു ഖത്തം പറയാൻ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടുണ്ട്. ഈ ഖുർആനിനെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ എന്ത് മാറ്റമാണ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരുമിച്ച് കൂടി നമ്മൾ തന്നെ പറയാൻ പറയും, സെൽഫികളെ പള്ളി എന്ന് പറയും, നമ്മളെ വീട് കണ്ട സെൽഫിന്റെ വീട് എന്ന് പറയും, നമ്മളെ കല്യാണം കണ്ട സെൽഫിന്റെ കല്യാണം എന്ന് പറയും, അല്ലെ? അങ്ങനെ ആളുകളെ സംബോധന ചെയ്യും. എന്താ സെൽഫി എന്ന് പറഞ്ഞാൽ? സെൽഫി എന്ന് പറഞ്ഞിരുന്നാൽ റസൂലിന്റെ കാലത്ത് ജീവിച്ച ആളുകൾക്ക് സെൽഫി എന്ന് പറയും. റസൂലിനെ കണ്ട് റസൂലിനെ അനുസരിച്ച് ഖുർആനും സുന്നത്തുമായിട്ട് ജീവിച്ച ആളുകൾക്കാണ് സെൽഫി എന്ന് പറയുന്നത്. അവരെ പിൻപറ്റി ജീവിക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സെൽഫി എന്ന് ഉപയോഗിക്കുന്നത്. ആ സെൽഫികളുടെ സ്വഭാവം എന്താണ് നിങ്ങൾക്കറിയാം. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ദുഷിച്ച ഒരു സമൂഹമായിരുന്നു അറബികൾ. അവർക്ക് കള്ളും പെണ്ണും ഇല്ലാത്ത ഒരു പരിപാടിയും ഉണ്ടായിരുന്നു. നമ്മളെ ഈ കഅബ, ഇപ്പൊ നമ്മളെ തിബലയായിട്ട് നിസ്കരിക്കുന്ന കഅബ അന്നേയുണ്ട്. അതിനു മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് കിട്ടിയത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് വരുമ്പോൾ ആ കഅബത്തിന്റെ ചുറ്റും നഗ്നരായിട്ട് എന്തെങ്കിലുമായിരുന്നു തഫാം ചെയ്യാൻ, നഗ്നരായിട്ട് ആ ഒരു സമൂഹത്തെ മാറ്റിയെടുത്തതാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു അത്ഭുതം, ഒരു മാജിദ, ഒരു മിറാക്കിളാണ്. ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനങ്ങളെയും ആകർഷിക്കുന്ന ഒരു മിറാക്കിളാണ്. ഇത്രമാത്രം ജനങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയാം. ഈ അടുത്ത കാലത്ത് പരിശുദ്ധ ഖുർആനിൽ കേരളത്തിൽ നമ്മളിവിടെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഭാഷയുണ്ട്. കൊങ്ങിണിമാർക്ക് ഒരു ഭാഷ, വേരിയങ്ങൾക്ക് ഒരു ഭാഷ, നമ്മളെ സ്റ്റേറ്റിന്റെ ഒരു ഭാഷ, അങ്ങനെ പല പല ഭാഷയുണ്ട്. കേരളത്തിൽ എല്ലാവരും മലയാളം പറയണം. കേരളത്തിലെ പെണ്ണുങ്ങള് ഖുർആൻ വായിച്ചു, മുസ്ലിമല്ല മറ്റു സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണുങ്ങൾ ഖുർആൻ വായിച്ചു മനസ്സിലാക്കിയിട്ട് ആ പെണ്ണുങ്ങള് വലിയ സ്വത്തുക്കാരിയാണ്, വലിയ ആസ്തിയുള്ള ആളാണ്. എന്നിട്ട് ആ പെണ്ണുങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ എന്റെ മക്കൾക്ക് ഞാൻ സ്വത്ത് ഉപയോഗിക്കും, എന്റെ മക്കൾക്ക് ഞാൻ സ്വത്ത് ഉപയോഗിക്കും. പരിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ അങ്ങനെ കുറെ അത്ഭുതങ്ങൾ ഈ ഖുർആനിൽ. നിങ്ങൾ ഇത്രയും ബിസ്മി എന്നുള്ള സൂറത്ത് കേട്ടിട്ടുണ്ടല്ലേ? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വയ്യാണ്ട് അറിയാം. ഇഖ്റഅ ബിസ്മി എന്നുള്ള സൂറത്ത് ആദ്യം ഇറങ്ങിയത് അതിലുള്ള 5 ആയത്ത്. അതിന് ശേഷം അതിൽ അലക്ക് എന്നുള്ള ഒരു പദം, അലക്ക് എന്നുള്ള ഒരു പദം. അലക്ക് എന്നുള്ള പദത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് ഗർഭകോശത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പദമാണ്. അലക്ക് എന്ന് അറബിൽ ഉദ്ദേശിച്ചാൽ അട്ടനെ കണ്ടിട്ടുണ്ടാവും. അട്ട എന്ന് പറയുന്നത് കുറെ മുമ്പിലുണ്ടാവും, നമ്മള് ഈ നാട്ടിലെല്ലാം ഉണ്ടാവും. കാടുള്ള പ്രദേശത്തിൽ മഴക്കാലത്ത് ഉണ്ടാകുന്നതാണ്. അട്ട ഇങ്ങനെ കയറിയിട്ട് നമ്മളെ കടിച്ച് ചോര കുടിക്കും. അത് അതിനെ അടുത്തേക്കാൻ കഴിയും. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലെല്ലാം കുടകിലെല്ലാം എപ്പോഴും അട്ടയുണ്ട്. കാട് പ്രദേശത്ത് പോയാൽ ഇപ്പോൾ അട്ടയുണ്ടാവും. അട്ട പിടിക്കുന്നത് പോലെ ഗർഭകോശത്തിൽ അട്ടിപ്പിടിക്കുന്നതിനാണ് അലക്ക് എന്ന് അറബിൽ പറയുന്നത്. ആ ശബ്ദം മാത്രം പഠിച്ചിട്ട് മുസ്ലിമായിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇത് ഗർഭകോശത്തിൽ മാത്രം ഒട്ടിപ്പിടിക്കുന്നതിനാണ് അറബിയിൽ അലക്ക് എന്ന് പറയുന്നത്. ആ ശബ്ദം വേറെ ഒന്നിനും പറയില്ല. നമ്മളെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നതിന് അലക്ക് എന്ന് പറയും, നമ്മളെ കാലിന് ഒട്ടിപ്പിടിക്കുന്നതിന് അലക്ക് എന്ന് പറയുക. ഗർഭകോശത്തിൽ മാത്രം ഒട്ടിപ്പിടിക്കുന്നതിനാണ് അലക്ക് എന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൃഷ്ടിയല്ല. ആ പ്രതീകമായിരിക്കുന്ന ശബ്ദം അത് ഗർഭകോശത്തിൽ ഒട്ടിപ്പിടിക്കുന്നതിനാണ് അലക്ക് എന്ന് പറയാം. അത് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുമ്പിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെന്താ ഖുർആൻ എന്ന് മനസ്സിലാക്കി? നമ്മളിങ്ങനെ വായിച്ചു പോകും അല്ലെ? നമ്മൾ പറയും ഉസ്താദിനോട്, എന്റെ ഖുർആന്റെ മോർക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ല ഉസ്താദെ, നിങ്ങൾ പഠിപ്പിക്കണം പറയും. ഖുർആൻ പഠിച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ മോനിക്ക് നന്നായിട്ട് ഖുർആൻ ഓതാൻ അറിയാം. എന്റെ പ്രയോജനം
ഖുർആൻ ഒരു ജീവിത പദ്ധതിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ആദ്യം ഓതിയാണ്. ഓതിയത് മക്കത്ത് 13 വർഷം ഈ ഖുർആൻ ഓതി. മക്കക്കാരെന്താ പറഞ്ഞത്? ഈ ശബ്ദം കേട്ടിട്ട് ഇതിനെ വിമർശിക്കാനുള്ള തന്റെയിടം അവിടുത്തെ സാഹിത്യകാരന്മാർക്കുണ്ടായിരുന്നു. ഖുർആനിന്റെ ആദർശത്തെ ചോദ്യം ചെയ്യാനുള്ള. അപ്പൊ അവർ പറഞ്ഞു, ഈ റജുലി സഹർ ബാധിച്ച ആളാണ്. സഹർ ബാധിച്ചെന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? സഹർ ബാധിച്ചെന്ന് പറഞ്ഞാല് ഒരാൾക്ക് സഹർ എന്താവുന്ന നമ്മളെ മുമ്പത്തെ കാലത്തല്ല മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അയാൾക്ക് ഭ്രാന്താവും, അയാൾ ഒട്ടും ചെയ്യല്ല പറയും. അങ്ങനെ ഇയാൾക്ക് സഹർ ബാധിച്ചിട്ടാണ് ഇയാൾ ഈ പറയുന്നത്. നിങ്ങളത് വിശ്വസിക്കേണ്ട, കാരണം അതിനെ വിമർശിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ സഹർ എന്ന് പറഞ്ഞാൽ എന്താ? സഹർ അത് നമ്മളെ ബാധിക്കോ? പക്ഷെ ഇത്താനെ കൊണ്ടുണ്ടാകുന്നത് എങ്ങനെയാ സഹർ ചെയ്യാം? അതല്ല ചർച്ച. അന്ന് അറബികൾ കേട്ടപ്പോൾ അതിനെ വിമർശിക്കാനുള്ളതായിരിക്കുന്ന തന്റേടം അവർക്കുണ്ടായിരുന്നില്ല. അതിനെ ചോദ്യം ചെയ്യാനുള്ളതായിരിക്കുന്ന അറിവ് അവർക്കുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ എതിർക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മുഹമ്മദിന്റെ കൂട്ടത്തിൽ ആൾ പോയി. അപ്പോൾ പറഞ്ഞു മുഹമ്മദിന് സഹർ ബാധിച്ചിട്ടുണ്ട്. ചില ആളുകാർക്ക് മുഹമ്മദിന് ഭ്രാന്താണ്. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. മുഹമ്മദ് ഒരു കവിയാണ്, സാഹിത്യാണ്. അവനിങ്ങനെ പറയും. അത് ഇപ്പോഴും നമുക്ക് അർത്ഥാവില്ല. സാഹിത്യങ്ങളുണ്ട്. അതാണ് ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ പറയുന്നത്? നമ്മൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കലുണ്ട. ഖുർആൻ എല്ലാവരും ഓതും. നമ്മളെന്താ പറയാ? നമ്മൾ ഖുർആൻ ഓതി റമളാനിലെ 2 അഭിമാനത്തോട് 2 പ്രാവശ്യം ഓതി തീർത്ത് കളഞ്ഞു. ഇമാമിന്റെ കൂടെ ഒരു അരമണിക്കൂർ അധികം നിൽക്കേണ്ട വന്നാൽ എന്ത് ഓർത്ത് ഇത്രയെല്ലാം ഓതിയാലുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നു. ഖുർആൻ ഓതുന്നത് 2 ഖത്തത്ത് നിൽക്കുന്നു പറയും. എന്നിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ അവന്റെ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല, അവന്റെ പ്രവൃത്തിയിലും ഉണ്ടാവില്ല. ഖുർആൻ 2 പ്രാവശ്യം ഓതി എന്റെ കുഞ്ഞു ഖുർആൻ പഠിച്ചെന്ന് പറയും. കല്യാണം കഴിക്കാനായ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വന്ന് മദ്രസയിൽ പോയിട്ടുണ്ടോ? നിങ്ങളെ മോള് ഖുർആനെല്ലാം പഠിച്ചിട്ട് 7 ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ? അല്ലെ? ഖുർആനിന്റെ അർത്ഥം അറിയില്ല. നമ്മളിപ്പോ നിസ്കാരത്തിൽ നിന്ന് ഖുർആൻ ഓതും അല്ലെ? എത്ര ആള് ഖുർആൻ ഓതുന്നത്? ആദ്യത്തെ ഓത്താ എന്താ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين. എത്ര ആൾ അതിന്റെ അർത്ഥത്തെ കുറിച്ച് നിസ്കാരത്തിൽ ചിന്തിക്കുന്നുണ്ട്? ഒരു ദിവസം നിർബന്ധമായിട്ട് 17 പ്രാവശ്യം നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സെലഫികളാണ്. താടി നീട്ടി വെച്ചിട്ട് എല്ലാവർക്കും താടിയിട്ടു. എല്ലാവരും സമയസ്കാരത്തിന് വരും, ഖുർആന്റെ ക്ലാസ്സിലിരിക്കും, കേൾക്കും, എന്നിട്ട് പോകും പള്ളിയിലെ എല്ലാ ജമാഅത്തിനും എത്തും. നമ്മളല്ലേ സെലഫികളല്ലേ? ഖുർആനിന്റെ ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല. അതിന്റെ ശേഷം മഗ്രിബ് നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും ഖുർആൻ ഓതുന്നുണ്ട് നമ്മുടെ ഇമാം. എത്ര ആൾക്കറിയാം അതിന്റെ അർത്ഥം? പഠിക്കണ്ടേ? നമ്മളെന്താ ഖുർആൻ പഠിച്ചത്? ഓതാൻ പഠിച്ചു, അത് വായിക്കാൻ പഠിച്ചു. അതൊരു ആദർശമാണ്. അത് കേൾക്കുമ്പോ എന്ത് പരിവർത്തനം പേടിയാന്ന് കേൾക്കുമ്പോ. മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വാൾ ഊരി പിടിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ മക്കയിൽ ഇങ്ങനെ തിരിയും. അപ്പൊ ഉമറിന് ദേഷ്യം പണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന അറിഞ്ഞു. അപ്പൊ റസൂലിന്റെ കൂടെ 38 ആളുകൾ റസൂല് ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചത്, എന്റെ ഉമറെ നീ ഇങ്ങനെ കാണുന്നു? പറഞ്ഞു, മുഹമ്മദിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ നമ്മളെ സംസ്കൃതിയൊന്നും തച്ചോടക്കുന്നുണ്ട്, അവനെ കൊല്ലാനെ പോകുന്നുണ്ടോ? അപ്പൊ അയാൾ ചോദിച്ചു, ഉമറെ നീ മുഹമ്മദിനെ തന്നാൽ ഖുറൈശികൾ വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഖുറൈശി തറവാട്ടുകാരനാണ് മുഹമ്മദ്. അവർ വെറുതെ ഇരിക്കുന്നതിന് വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വെറുതെ വിട്ടെല്ലാം തരം കേട്ടാൽ ഞാൻ മുഹമ്മദിന്റെ ജീവനോടെ കൊണ്ടില്ല.
അപ്പൊ അയാൾ പറഞ്ഞു, മുഹമ്മദിനെ നീ കൊല്ലുന്നെന്തിനാ? അയാൾ ഖുർആൻ വായിക്കുന്നത് കൊണ്ടിട്ടല്ലേ? നിന്റെ പെങ്ങള് ഫാത്തിമ ഉണ്ടല്ലോ, അവളെ ആദ്യം ശരിയാക്കി. അവള് മുഹമ്മദിന്റെ ഭാര്യയാണ്. അപ്പൊ മുഹമ്മദിന് ഭയങ്കര ആവേശമായ ഓടി ഫാത്തിമ വീട്ടിലേക്ക്. അപ്പോ അവിടെ ഒരാള് ഫാത്തിമാക്ക് ഭർത്താവിന് ഖുർആൻ ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കുന്നു, പഠിപ്പാക്കി. എവിടേക്ക് വാലി ചവിട്ടി തുറന്നു. മനസ്സിലായി? ഫാത്തിമ റളിയല്ലാഹുവിന്റെ ഭർത്താവിന്റെ കൊറലിന് പിടിച്ചു. അവർ മുത്തുകുടിയായി. ഫാത്തിമ റളിയല്ലാഹുവിന്റെ ഭർത്താവ് താഴെ തലപെട്ടി നെറ്റിയിലെ ചോര വന്നു. ഫാത്തിമാക്ക് ദേഷ്യം വന്നു. കാക്ക ഉമറെ, നിങ്ങൾ ധീരനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ കൊല ചെയ്യുമെന്നറിയാം. നിങ്ങൾ കൊന്നാലും ശരി, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്ത് അംഗീകരിച്ചിരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരിക്കുന്നു. കൊല്ലുന്നീ ഞങ്ങളെ. അപ്പൊ അയാളെല്ലാം കൊല്ലണ്ടേ, എന്നെയാണ് ആദ്യം കൊല്ലണ്ടത്. ഉമറിന്റെ ദേഷ്യം സഹിക്കാൻ കഴിയില്ല. ഉമർ പറഞ്ഞു, നീ എന്താ വായിച്ചുണ്ടായത്? അത് എനിക്ക് വായിച്ചു. എനിക്കത് തൊടാനുള്ള യോഗ്യതയില്ല. നീ നജസാണ്, നീ കുളിച്ചിട്ട് വാ. ഉമർ താമസിച്ചില്ല, ഉടനെ പുറത്തിറങ്ങി കുളിച്ചു. ഫാത്തിമയുടെ അരി വന്നു, എന്നിട്ടത് വായിച്ചു. എന്താ വായിച്ചതെന്ന് പറയും? വായിച്ച് എവിടെ വരെ വായിച്ചെന്നറിയോ? ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത്. അത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ആദ്യമായി വഹി ഇറങ്ങിയ ആയത്ത്. അതുവരെ വായിച്ചപ്പോ ഉമറിന്റെ കയ്യിൽ നിന്നിട്ട് ഊരിയ വാല് താഴെ വീണു. ഉമറിന്റെ കണ്ണിൽ നിന്നിട്ട് കണ്ണിനീര് താഴെ വീണു. കുറച്ചായത്ത് കേട്ടിട്ട് ഉമർ കരഞ്ഞു, വീട് വിട്ട് ഇറങ്ങി. റസൂൽ താമസിക്കുന്ന എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ വീട്ടിലേക്ക് പോയി വാതിൽ മുട്ടി. ആരാണെന്ന് ചോദിച്ചു. അൻസാർ റളിയല്ലാഹുവിന്റെ കൂടെയുണ്ട്. റസൂലിനോട് പറഞ്ഞ, നിങ്ങൾ ഇനി പേടിക്കണ്ട, എന്നെ കൊന്നിട്ടേ ഉമറത്താക്കുള്ളൂ, നിങ്ങളെ കൊല്ലുകയുള്ളൂ. വാതിൽ മുട്ടി ഞാൻ ഉമറാണ് എന്ന് പറഞ്ഞു. എനിക്കിവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പ്രവേശനമില്ല. അല്ല, ഞാൻ ഷഹാദത്ത് ചെല്ലാനാണ് വന്നത്. ഞാൻ ഷഹാദത്ത് ചെല്ലാനാണ് വന്നത്. അയാള് ഉള്ളിൽ കയറി വന്നു. അയാൾ തുറക്കപ്പെട്ടു. റസൂലിനെ കോട്ട് പിടിച്ചു. ഞാൻ ഷഹാദത്ത് ചെല്ലട്ടെ, കുടിച്ചിട്ടാണ് വന്നത്. കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു. ഷഹാദത്ത് ചൊല്ലി കൊടുത്തു. ഇസ്ലാം മതം സ്വീകരിച്ചു. എന്താ കേട്ടത്? താഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിൻ ഖൽഖൽ അർളി വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. ഇങ്ങനെ ഒരു 10-40 ആയത്ത് കേട്ടപ്പോൾ പരിവർത്തനം ഉണ്ടാകുന്നതായിരിക്കുന്ന ഹൃദയം, അറബികളുടെ ഹൃദയം. ആ അറബികളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സലഫികൾ എന്ത് പരിവർത്തനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഖുർആൻ ഉണ്ടാക്കിയത്? സലഫിയിൽ വന്നേ പിന്നെ എന്താ നിങ്ങൾ പുറത്തുമായിട്ടുണ്ടായി? എന്ത് പരിവർത്തനം ഖുർആൻ ഉണ്ടാക്കിയത്? രാവിലെ 11 മണിക്ക് ഞാൻ 11:15 വന്നിരുന്നു. അപ്പോൾ ഈടെ ഖുർആൻ ഓതുന്നുണ്ട് ഒരാൾ. എന്ത് പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഖുർആൻ? എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഖുർആൻ എന്ത് പരിവർത്തനം ഉണ്ടാക്കിയത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ഖുർആനിന്റെ പരിവർത്തനം എന്ന ഖുർആൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്? ഈ ഖുർആനിലെ ഒരായത്ത് വായിച്ച് ഞാൻ ഇന്ന തെറ്റിലിട്ട് പിന്മാറി. ഞാൻ ഇന്ന തെറ്റ് ചെയ്തോണ്ടുണ്ടായിരുന്നു. ഈ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോൾ, അത് ഓതിയപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അതിൽ പിന്മാറി. നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ കഴിയുമോ? എത്ര ആളുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? എത്ര കാലായി നിങ്ങൾ ഈ ഖുത്ബ കേൾക്കുന്നത്? എത്ര കാലായി നിങ്ങൾ ഈ ഖുർആൻ ഓതുന്നത്? നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇന്ന ആയത്ത് എന്റെ മനസ്സിൽ
ഉണ്ടാക്കി പരിവർത്തനം. നിങ്ങളറിയ പുതിയ വാർത്ത, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് അമേരിക്ക. അമേരിക്കയിലുള്ള ബോംബുകളെ കൊണ്ട് 14 നിമിഷം കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന സർവ്വ ജീവജാലങ്ങളിൽ നശിപ്പിക്കും. അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന റൊണാൾഡ് ട്രംപിന്റെ മകൻ പരിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ള സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. എന്താ കാരണം? ഖുർആൻ അത്ഭുതമാണ്. അത് വായിച്ച് അത് മനസ്സിലാക്കിയവന്റെ ഹൃദയത്തിൽ പ്രകാശമാണ്, നൂറാണ്. അല്ലാഹു പറഞ്ഞത്, മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന ആളോട് പറഞ്ഞത്, മുഹമ്മദ് നീ പേടിക്കണ്ട, കുടില് മുതൽ കൊട്ടാരം വരെ ഈ ഖുർആന്റെ ശബ്ദം വയ്ക്കും, അത് കേൾക്കുക തന്നെ ചെയ്യും, അതിന്റെ ക്രിയാമത്താളെടുക്കുകയും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളാണ് സലഫികൾ. ഈ ഖുർആൻ പ്രബോധനം ചെയ്യുന്നത്, ഖുർആനിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നവർ നമ്മളാണ്. ഇന്ത്യയിൽ ഏറ്റവും അവകാശപ്പെടുന്ന ഒരു ഹദീസ്, അല്ലെങ്കിൽ സലഫി മൂവ്മെന്റ്, അല്ലെങ്കിൽ കേരള നേതൃത്വം പോലെയുള്ള സംഘടനകൾ നമ്മൾ ഖുർആനിന്റെ ആളുകൾ എന്ന് പറയും. എത്ര ആളുകൾ ഖുർആൻ പഠിക്കാൻ അറിയാം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത സഹാബികൾ, റസൂൽ പഠിപ്പിക്കുമ്പോൾ 1,25,000 ആളുകളെ ഉണ്ടായിരുന്നു ഇസ്ലാമിൽ. അന്നത്തെ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ. ലോകത്തിന്റെ നാനാഭാഗത്തിലേക്കും അവർ പരന്ന റസൂലിന്റെ മാർഗ്ഗദർശനം. 1,29,000 ആളുകളിൽ ഒരു 10,000 സഹാബികൾ മദീനത്ത് മരിച്ചിട്ടുണ്ടാവും. എന്തിനാണെന്നറിയോ? ഈ ഖുർആൻ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട് സഹാബികൾ. നമുക്കറിയില്ല എവിടെയാണ് അവർ മരണപ്പെട്ടത് എന്നുള്ളത്. അങ്ങനെ പഠിപ്പിച്ച് ഇന്ത്യയിൽ പരിവർത്തനം ഉണ്ടാകും. ഇവിടുത്തെ ബ്രാഹ്മണസ് പറഞ്ഞു, ഇസ്ലാമിനെയും ഖുർആനിനെയും വിട്ടുകഴിഞ്ഞാൽ അത് വളർന്നു വലുതാവും, ഇന്ത്യ ഹിന്ദു എന്ന് പറയുന്ന രാഷ്ട്രമില്ലാതായി പോകും. ഖുർആൻ അമാനുഷികമാണ്, മിറാക്കിളാണ്. പക്ഷേ സലഫികളാകുന്ന നമ്മളെ ഹൃദയത്തിൽ എന്ത് മാറ്റം അതുണ്ടാക്കും? മാറ്റമില്ലാന്ന് കണ്ടു. അപ്പോഴാണ് കർണാടക സലഫ് മൂവ്മെന്റ്സ് ഒരു പുതിയ സംരംഭമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നില്ലേ? എന്താ ഖുർആൻ മനസ്സിലാക്കുക. നമ്മളെ പള്ളിന്റെ പ്രസിഡന്റ്, നമ്മളെ പള്ളിന്റെ സെക്രട്ടറി ആരാണെന്ന് അറിയില്ല, അവര് നിസ്കാരം കഴിഞ്ഞാണെങ്കിൽ ഇവിടെ വന്നിട്ട് പറയും, വരുന്ന ഞായറാഴ്ച വന്ന് ലണ്ടൻ ഖുർആന്റെ എക്സാം ഉണ്ട്, നിങ്ങൾ മെമ്പറിൽ പറയണം. അല്ലേ? നിങ്ങളെ ഇല്ല, പ്രസിഡന്റായ നിങ്ങളെ ഇല്ല, നിങ്ങൾ പഠിച്ച മെമ്പറായ നിങ്ങൾ പഠിച്ച ഖുർആൻ ഞങ്ങൾ ഈ ബുക്കെല്ലാം കൊടുക്കും പഠിക്കുന്ന ആൾക്ക്. അതിന്റെ ഇടയിൽ എക്സാമിന് ഞങ്ങൾ പഠിക്കൂല. പിന്നെ എങ്ങനെ നിങ്ങളെ ബാക്കി കേൾക്കുക? നമ്മൾ സലഫികളെ ആദരിക്കുന്ന, സലഫികളുടെ പള്ളി പരിപാലിക്കുന്ന ഖാദിമീങ്ങൾ അവരിക്കണം എക്സാമിന്. അവരെ മക്കളെ ഇരുത്തണം. അവർ അനുസരിക്കുന്നവർ ആരുണ്ടല്ലോ അവരെ ഇരുത്തണം. അവർക്ക് നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ ഇന്ന് ഖുർആന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന, വായിക്കപ്പെടുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. മുസ്ലിങ്ങളായ നമുക്കറിയില്ല, സലഫികളായ നമുക്കറിയില്ല. നമ്മളിങ്ങനെ വായിക്കും, പിന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ച് ആ സലഫി, എന്റെ കല്യാണം സലഫി, എന്റെ മോന് സലഫി, നിങ്ങളെ കുട്ടി പെൺകുട്ടി ഒരു കല്യാണം കഴിക്കണം സലഫി. ഖുർആൻ എത്ര പഠിച്ചില്ല? ഖുർആൻ പോകാൻ അറിയാം. ഒരായത്തിന്റെയും അർത്ഥം പഠിച്ചു വെക്കണ്ടോ? സലഫിയല്ല നീ. അതിനെ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കില്ല. ഇതാരാ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങള്? തലപ്പാടി ഒരു മുൻസഫാഹിക്കുണ്ട്, അയാളുടെ സ്വപുരിയില് അമാനു മൗലവിന്റെ തഫ്സീർ, അമാനു മൗലവി നമ്മൾക്ക് സലഫികൾക്കായിട്ട് നിർമ്മിച്ച ഒരു തഫ്സീറാണ് അമാനു മൗലവി. കേരളത്തിൽ മഹാപണ്ഡിതനായി ആ തഫ്സീറിന്റെ കന്നഡ വ്യാഖ്യാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ തഫ്സീർ
1,00,000 ആളുകൾ മലയാളക്കാർ സൗദി അറേബ്യയിൽ ഈ എക്സാമിന് എഴുതുന്നുണ്ട്. അവിടെ അവർ ആ പുസ്തകം അടിച്ച് വിതരണം ചെയ്യും. ആ പുസ്തകം കിട്ടും, വാങ്ങാൻ. അതിന്റെ ഒരാഴ്ച അവിടെ കുറെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മർഹൂം ഇസ്മായിൽ സാഹിബ് ഈ അയാളോട് ഈ കാര്യം പറഞ്ഞു, ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം. അപ്പം ആദ്യമായിട്ട് ആരംഭിച്ചത് ഇസ്മായിൽ സാഫി. അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ ഖബറിനെ അല്ലാഹു വിശാലമാക്കട്ടെ. അദ്ദേഹം ആരംഭിച്ചതാണ് നമ്മൾക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അല്ലാഹുവിന്റെ കലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമസ്കാരത്തിൽ നിന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അന്തർനാളത്തിൽ നിന്ന് പടച്ചവനെ നിനക്കാണ് സ്തുതി എന്നുള്ള ഒരു ബോധം, ഒരു ഉജ്ജ്വല പ്രകാശം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഈ പുസ്തകം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഖുർആനിന്റെ ഈ എക്സാമിന് വേണ്ടി തയ്യാറാവുക. ഖുർആനാണ് നമ്മുടെ ശക്തി, ഖുർആനാണ് നമ്മുടെ ഇസ്സത്ത്, ഖുർആനാണ് നമ്മുടെ അകമ്പടി. നാളെ മഹശ്ശറിയിൽ നമുക്ക് സാക്ഷിയായി നിൽക്കുന്ന ഖുർആൻ, അതിനെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ആളുകളാക്കി, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാക്കിയിട്ട് അടൂരിന്റെ പ്രദേശങ്ങളിൽ മുക്കിലും മൂലയിലും അല്ലാഹുവേ ഈ ഖുർആനിന്റെ അനുയായികളെ നീ വളർത്തണം. ഞങ്ങൾക്ക് ഈ ഖുർആൻ പഠിക്കാൻ, ഞങ്ങളെ മക്കളെ ഈ ഖുർആൻ പഠിച്ച് പ്രബോധനം ചെയ്യുവാൻ അല്ലാഹുവേ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും അവരുടെ മക്കൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും ഞാൻ വസിയത്ത് ചെയ്യും. നിങ്ങൾ ഖുർആനിനെ മറന്നു പോകാതെ ഖുർആനെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ അതിന് വേണ്ടി തയ്യാറാക്കുക. അതിന്റെ ഒരു സെന്റർ, അതിന്റെ 16ാമത്തെ എക്സാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ ഒരു സെന്റർ ഈ പള്ളിയിലാണ്. ഇതിന്റെ ഭാരവാഹികൾ ഉണ്ടാവും, നമ്മളുണ്ടാവും. നിങ്ങളൊരു പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് 2 ദിവസമുണ്ട്. നിങ്ങൾ പരിശ്രമിച്ച് വായിക്കാൻ ആ ക്വസ്റ്റ്യൻ, ആ എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ സാധിക്കും. ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടാവും. കന്നഡത്തിൽ SSLC വരെ പഠിച്ചിട്ടുണ്ടാവും, BC വരെ പഠിച്ചിട്ടുണ്ടാവും. കന്നഡം വായിച്ചാലും അതിന്റെ പരിഭാഷ വായിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ മക്കളെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ സഹോദരികളെ, നിങ്ങളുടെ സ്നേഹിതന്മാരെ അതിനെ പ്രോത്സാഹിപ്പിക്കുക, ഖുർആനിലേക്ക് കൊണ്ടുവരാം. 21ാം നൂറ്റാണ്ട് ഖുർആനിന്റെ നൂറ്റാണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇംഗ്ലണ്ടിൽ UK-യിലെല്ലാം ചർച്ചകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം പറയും? അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഇസ്ലാമിലേക്ക് പ്രവർത്തനമായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും അങ്ങനെ തന്നെയാണ്. 1979 അമേരിക്കയിൽ 23 ലക്ഷം മുസ്ലിങ്ങളാണ് ഉണ്ടായത്. 1917 ആകുമ്പോഴേക്കും അത് 1,23 ലക്ഷമായി. ഭയങ്കരമായ പരിവർത്തനമാണ്. നമ്മൾ ഈ ഖുർആൻ ഉണ്ടായിട്ട്, ഈ ഖുർആൻ മനസ്സിലാക്കിയിട്ട്, ഈ ഖുർആനിന്റെ ആളുകളാണ് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ നമ്മക്കറിയില്ല ഖുർആൻ. സുന്നികളെ നമ്മളെ പേടിക്കും. അവരെന്താ പറയുന്നറിയോ? ഓൻ സൽഫിയാണ്, ഓനോട് വാക്ക് പറയണ്ട, ഓനോട് സലാം ചെല്ലണ്ട. എന്താ പറയുന്നത്? കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ആയത്തും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഉസ്താദെ, ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ടല്ലോ ഉസ്താദെ, ഇങ്ങനത്തെ ഒരു ആയത്തുണ്ടല്ലോ ഉസ്താദെ. അയാളോട് ചോദിച്ചു, ഉസ്താദിന് മറുപടി കാണില്ല. അതിനാ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും സലഫിനോട് വാക്ക് പറഞ്ഞാൽ സലഫി ആയത്ത് പറഞ്ഞു, ആയത്ത് വായിക്കും, ഉസ്താദിന്റെ അടുക്കൽ പോകും, ഉസ്താദിന് ഉത്തരം ഉണ്ടാവില്ല. പണ്ട് കേരളത്തിൽ ഈ പ്രസ്ഥാനം വന്നപ്പോൾ FCC സഹോദരന്മാർ കോഴിക്കോട് ടൗണിൽ ഒരു പ്രസംഗം നടത്തി. ആ ടൗണിൽ അയാൾ പ്രസംഗം കേട്ട്
വായക്കൊല വിൽക്കുന്ന നേന്ത്രപ്പഴം വിൽക്കുന്ന വലിയ മാർക്കറ്റിലായിരുന്നു. അത് പുറത്തുന്ന ആളായിരുന്നു. അള്ളാഹുവിന് അവന്റെ അടിമ, അള്ളാഹുവിന്റെ അടിമക്ക് അവന്റെ റബ്ബ് പോലെ എന്നുള്ള ചോദ്യം. അയാൾ ഈ കെട്ടുപൊറുക്കുന്നതിന്റെ കേട്ടതാ. അത് മനസ്സിലാക്കിയാണ് നാട്ടിൽ പോയി. പിറ്റേന്നാണ് പോയിട്ട് ഉസ്താദിനോട് ചോദിച്ച്, ഉസ്താദെ ഹസ്ബി അല്ലാഹു കാഫി നബുലു എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് ഖുർആനിലുണ്ടാകും ഉണ്ടോ? എന്താ ഉസ്താദ് കുളിക്കും തുണി നിലക്കുമായിരുന്നു. നമ്മളെ ചോദിക്കണം ഉണ്ടോ? എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോലെ എന്നാണോ അതിന്റെ അർത്ഥം? അതേടോ എന്താ? എന്നാൽ ഉസ്താദെ ഞാൻ വരുന്നാഴ്ച മുതൽ നിങ്ങളെ കുത്തുബിയത്തിന്റെ കമ്മിറ്റിയിൽ ഇല്ലാവോ? എനക്ക് അല്ലാ മതിയും മൊയ്തീഷേക്ക് വേണ്ടേ? ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞത്. അവർക്ക് ഒരായത്ത് ആ കായ്ക്കൊല കൊടുക്കുന്ന അയാൾക്ക് ഹിദായത്ത് കൊടുത്തെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്ത് വിമർശനം ഉണ്ടാക്കണം? അതിനു വേണ്ടി നമ്മളെ മക്കളെ തയ്യാറാക്കുക. ജീവിക്കുന്ന ഖുർആൻ നമ്മളായി മാറുക, നമ്മളെ മക്കളായി മാറ്റുക. അതിനു വേണ്ടി എല്ലാവരും നിങ്ങൾ തയ്യാറാവുക. ഒരു 2 മണിക്കൂർ, ഒരു 4 മണിക്കൂർ ആ പുസ്തകത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സാം എഴുതാം. എക്സാം എഴുതാൻ കഴിഞ്ഞത് മാർക്കൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, ആ പുസ്തകം ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ല. അള്ളാഹുവിന്റെ കലാമല്ല, നമ്മളെ സൃഷ്ടിക്ക് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ കലാമല്ല. അത് മനസ്സിലാക്കാനും കൂടെ ഒരു നമുക്ക് കിട്ടിയില്ല. നിങ്ങൾ കേൾക്കണം, മദീനയിലേക്ക് ബദർ യുദ്ധം നടന്ന ആ സംഭവം നിർത്താൻ പോയാണ്. ബദർ യുദ്ധം നടന്ന സംഭവം, ബദർ യുദ്ധത്തിൽ കുറച്ച് മുശ്രിക്കുകളെ ഷറജ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ദ്രവ്യം കൊടുത്തിട്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ അവരെ നിങ്ങൾ മോചിപ്പിക്കാമെന്ന് നബി വിളംബരം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നഷ്ടപരിഹാരമായിട്ട് ജുബൈർ ബിൻ മുത്ഇം എന്ന് പറഞ്ഞ ഒരാള് മദീനയിലേക്ക് വന്നു. അയാൾ വരുമ്പോ മദീനത്തെ പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കുകയായിരുന്നു. സൂറത്ത് തൂർ അത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പറയാണ്, അതിന്റെ 36-37 വചനം ഓതി കേട്ടപ്പോ എന്റെ ഹൃദയം എന്റെ നെഞ്ഞിൽ നിന്ന് പറിച്ച് പുറത്തുപോയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. എനിക്ക് ബോധരഹിതമായി. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അയാളെ വിളിച്ചു. മോചനദ്രവ്യം വാങ്ങിയ ആളുകളെ അയാളെ കൂടെ പറഞ്ഞയച്ചു. അയാളെ മദീനയിൽ നിന്ന് ആളുമായി മക്കയിലേക്ക് ചെന്നു. പക്ഷെ അയാൾക്ക് ഒരിക്കലും ഉറങ്ങാൻ കഴിയുന്നില്ല. തിരിച്ച് മദീനയിലേക്ക് വന്നു. ഈ ഒരേ സൂറത്തിലുള്ള 36-37 വരെയുള്ള വചനം അയാൾ മനസ്സിലുണ്ടാക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചു. അറബികൾക്ക് ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമ്മൾക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഖുർആനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇവിടുത്തെ കുട്ടികളെ കണ്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു കുട്ടികളുടെ ലീനിയായിട്ടുള്ള ഒരു പ്രോഗ്രാം. അതിന് ഇന്നിടെ കളക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാത്തിനും പണം വേണം. പള്ളി നടക്കണമെങ്കിലും, പുര നടക്കണമെങ്കിലും, ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിലും, ആ ഫംഗ്ഷനിലൂടെ ഒരാൾക്ക് ഖുർആനിലേക്ക് അയാൾ എത്തിയാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള തുച്ഛമായ പൈസ ആ കുട്ടികൾ കൊടുത്ത് സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ അയാള് ആ കുട്ടികളുടെ പ്രോഗ്രാമിൽ നിന്നിട്ട് ഒരു ഖുർആൻ ആയത്ത് മനസ്സിലാക്കിയാൽ, ഒരു സൽക്കർമ്മം മനസ്സിലാക്കിയാൽ കൊടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു ഒരാളുടെ പ്രതിഫലം ഉണ്ടാക്കാൻ കഴിയില്ല, കഴിയില്ല. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله تعالى وسلم على خير خلقه نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.